Next topic, that is called growth. Okay, after the implantation, the embryo started growing. Okay, and what do you mean by growth? The growth means any type of irreversible increase in size and weight of an individual during the period of development. ഡെവലപ്മെൻറ്റ് സമയത്ത് എന്താണ് സൈസിലും അതുപോലെ തന്നെ വെയ്റ്റിലും ഉണ്ടാവുന്ന ഇൻക്രീസിനെയാണ് എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് മീൻസ് എനി ടൈപ്പ് ഓഫ് irreversible increase in the shape and the weight of the individual during the process of development. Okay, and in this growth process, a single cell, that is egg, as a result, after the fusion of the sperm and egg, we get a zygote, isn't it? That zygote divides and redivides to form a cluster of cells. അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് വഴി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സൈഗോട്ട് കിട്ടി. സൈഗോട്ട് പിന്നെന്തോ ചെയ്തു, ആ സൈഗോട്ട് സെല്ല് വീണ്ടും എന്തോ ചെയ്യാൻ തുടങ്ങി, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി, പിന്നെയും റീഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് വി ഗെറ്റ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ്. അപ്പം നമുക്ക് ആ ഡിവിഷൻ കഴിഞ്ഞ് നമുക്കൊരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ് കിട്ടുന്നത്. ആൻഡ് ദിസ് ഡിവിഷൻ ഈസ് അക്കമ്പൈൻഡ് ബൈ അനദർ പ്രോസസ് ദാറ്റ് ഈസ് കോൾഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ദ സെൽസ്. അപ്പം ഈ ഡിവിഷൻ എല്ലാം കൂടെ ചെയ്തു കഴിയുമ്പോൾ സെൽസുകളുടെ എല്ലാം സ്പെഷ്യലൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഓക്കെ, ദ സ്പെഷ്യലൈസേഷൻ ഓഫ് സെൽസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. നിങ്ങൾ ഓർഗൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്കറിയാം, സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ആവും, ടിഷ്യൂസ് ഓർഗൻ ആവും, ഓർഗൻ എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മളതിനെ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസുകളെല്ലാം കൂടെ, അല്ലെങ്കിൽ ഓരോ സ്പെഷ്യൽ സെൽസുകളെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പാർട്ടായിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു ഓർഗനായിട്ട്, ബോഡിയിലെ ഒരു ഓർഗനായിട്ട് മാറും. അങ്ങനെയുള്ള ഓരോ ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദ ഡിഫറൻസിയേഷൻ പ്രോസസ്. ആൻഡ് ദിസ് whole process is termed as differentiation, and the process also give a rise to various tissues and further various organs and organ system. I already told about the organ system or level of organization. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ടിഷ്യൂസൊക്കെ അല്ലെങ്കിൽ സെല്ലുകളെല്ലാം കൂടെ ചേർന്ന് ടിഷ്യൂസ് ആവും. ടിഷ്യൂസ് ഡസ് ഡെവലപ്പ് ഇൻ ടു ഓർ ആർ ഓൾ ടുഗദർ developed into organ. After that, organ develops into an organ system, isn't it? So this process here, it is also give rise to various tissues and further various organ, and then organ systems are developed. Okay, and thus the zygote then grow into an embryo. Then എന്തുമായിട്ട് മാറും, അതൊരു വെൽ ഡെവലപ്ഡ് എംബ്രിയോ ആയിട്ട് മാറും. നോക്കിയാൽ എംബ്രിയോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എംബ്രിയോ. ദാറ്റ് എംബ്രിയോ ദാറ്റ് സൂൺ ഡെവലപ്സ് ഇൻ ടു എ ബേബി. ആ എംബ്രിയോ എന്തുമായിട്ട് മാറുന്നു, ബേബി ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അത് ഫീറ്റസ് ആയിട്ട് മാറുന്നു. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിഫറൻസിയേഷൻ പ്രോസസ്. ആൻഡ് ബൈ എൻഡ് ഓഫ് 5 weeks of pregnancy, the embryo is in unite an advantaged stage. During this period, the heart and the circulatory system are formed. That means pregnancy period ഒരു 5th week ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ 5 ആഴ്ച ആകുമ്പോഴത്തേന്, that embryo have starting the heart and or it forms heart and circulatory systems are formed. അപ്പം ഹാർട്ടും സർക്കുലേറ്ററി സിസ്റ്റംസ് എല്ലാം ആ ഒരു എംബ്രിയോയ്ക്ക് ഡെവലപ്പ് ചെയ്യും വിത്തിൻ ദാറ്റ് 5th week. ഓക്കെ, ആൻഡ് ആഫ്റ്റർ 2 months the limbs are formed. 2 മാസം കഴിയുമ്പോഴത്തേന് എന്ത് വരും, വെൽ ഡെവലപ്ഡ് ലിംസ് ആർ ഫോംഡ്. ലിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. വാട്ട് യു മീൻ ബൈ ലിംസ്? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് നമ്മുടെ ഹാൻഡും ലെഗ്സും ഒക്കെ അതിന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ.